ഇന്ന് നമുക്ക് എരിശ്ശേരി ഉണ്ടാക്കിയാലോ? എരിശ്ശേരിയിൽ തേങ്ങ കൂടുതൽ അരയ്ക്കും. വറുത്തിടുന്നത് കുറവാ. കൂട്ടുകറിക്ക് അരപ്പ് കുറവും തേങ്ങ വറുത്തിടുന്നത് കൂടുതലുമാണ്. എരിശ്ശേരി കൂട്ടുകറിയുടെ വ്യത്യാസം അതാ. വൻപയർ ഏതായാലും നേരത്തെ കുതിർത്ത് വെക്കണം, എന്നാലേ സ്വാദ് വരത്തുള്ളൂ. അതും മത്തങ്ങയും കൂടെ തൊലിയൊക്കെ കളഞ്ഞ മത്തങ്ങ ഇട്ട് പ്രഷർ കുക്കറിലിട്ട് വേവിക്കണം. മഞ്ഞൾ ഉപ്പും ഇട്ട് കരിവേപ്പില ഇട്ട് വേവിച്ച് കഴിഞ്ഞ് എരിശ്ശേരിയുടെയോ നല്ലതായിട്ട് അരയ്ക്കണം. നമ്മുടെ ഒരു അവിയൽ പാകത്തിന് അരച്ചാൽ മതി. കൊച്ചുള്ളി, വെളുത്തുള്ളി, തേങ്ങ, മുളക് പൊടി, ഇച്ചിരി ഒരു നുള്ള് ജീരകം, തേങ്ങ, മുളക് പൊടി ഇത് അരച്ച് ചേർത്ത് കഷ്ണം വെന്ത് കഴിയുമ്പം കഷ്ണം ഒന്ന് ഉടച്ച് ഈ അരപ്പും ചേർത്ത് ആവശ്യത്തിന് ഗ്രേവി പോലെ ആക്കണം. ലൂസ് എത്ര വേണ്ടെന്ന് വെച്ചാൽ ആക്കി അരച്ച് ചേർത്ത് ഇളക്കി തിളപ്പിക്കണം. തിളപ്പിച്ച് മാറ്റി വെച്ചിട്ട് കടുക് വറക്കണം. കടുകിന്റെ കൂടി ഇച്ചിരി ഉഴുന്നുപരിപ്പും കൂടി ഇടും, ഭയങ്കര സ്വാദായി. ചുള്ളി ഇട്ട് കടുക് വറക്കാമെങ്കിൽ നല്ലത്. ഉള്ളി മൊരിഞ്ഞു കഴിയുമ്പം ഇച്ചിരി ഒരു സ്പൂൺ തേങ്ങ ചുരണ്ടിയത് അതിന്റെ കൂടെ ഇട്ട് നല്ല ചുമക്കെ വറക്കണം. തേങ്ങ ചുമന്ന് വരുമ്പം ഒരു നുള്ളു ഉപ്പും കൂടെ അതിന്റെ പുറത്ത് ഇടണം. ഉപ്പ് ഇട്ട് കഴിയുമ്പോ ആ തേങ്ങ വറുത്തതിന്റെ ചിലപ്പോ ഒരു ചെടിക്കൽ വരും ചിലർക്ക് കഴിക്കുമ്പോ. അപ്പൊ ഈ ഉപ്പും കൂടി ഇട്ട് കഴിയുമ്പോ ആ സ്വാദ് അങ്ങ് ഹൈലൈറ്റ് ആവും. കറിവേപ്പില, ഇച്ചിരി കശ്മീരി ചില്ലി പൗഡറും കൂടെ കടുക് വറുത്തതിനകത്ത് ഇട്ട് അതിനകത്തോട്ട് ഒഴിച്ചാൽ നല്ല ബ്യൂട്ടി ആയിരിക്കും കാണാൻ. അത്രയും മതി.